പുതിയൊരു വീഡിയോയിലേക്ക് ചേർന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ചില ഇൻഫർമേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എല്ലാം വളരെ പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഇന്ന് വിധി ഉണ്ടാവും എന്നാണ്. നമുക്കറിയാം, വിധി അല്ല ഇന്ന് ഉണ്ടാവാൻ പോകുന്നത്. അഡ്ജോൺ ലിസ്റ്റിലാണ് ഈ കേസ് 16, 17, 18 എന്ന് പറയുന്ന 16ാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ചാവി ഉടമക്ക് തിരിച്ചു വേണമെന്ന് പറയുന്ന കേസും 17ാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവരുടെ 2024 നവംബർ 21 ഇറക്കിയ ഓർഡർ ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള, അത് ആൾറെഡി ക്യാൻസലായി കഴിഞ്ഞു. എന്നാലും അത് കോടതി ഒന്നും കൂടി ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസും. മൂന്നാമതായി 18ാമത്തെ കേസ് എന്ന് പറയുന്നത് ഇത് ക്രിമിനൽ ലിസ്റ്റിലാണ്. ക്രിമിനൽ ലിസ്റ്റിലെ 18ാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ കമ്പനിയെ പൂട്ടിക്കെട്ടണമെന്ന് പറഞ്ഞിട്ട് കളക്ടർ കൊടുത്ത ഒരു കേസുമാണ്. അപ്പോൾ ഈ 3 കേസും അഡ്ജോൺ ലിസ്റ്റിലാണ്, നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്ന ലിസ്റ്റുകളിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് വിധി ഉണ്ടാവില്ല എന്ന് ആ ലിസ്റ്റിൻ്റെ ആ ഒരു ഇത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാവുന്നതായിരുന്നു. എന്നാലും ഇവർ പറയുമ്പോൾ നമ്മളത് നീട്ടിവെച്ചു, അത് ഇന്ന് വിധി ഉണ്ടാവില്ല എന്ന് നീട്ടിവെക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ പറയുന്നത് ഓനാണ് ഇതിൻ്റെ എല്ലാം പിറകിലെ, ഓനിത് വീണ്ടും നീട്ടിവെച്ചു, ഇവനിങ്ങനെ നീട്ടിവെച്ച് ഇവൻ അങ്ങനെ ആയിപ്പോട്ടെ ഇങ്ങനെ ആയിപ്പോട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാക്കും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വിധി ഉണ്ടാവില്ല എന്ന് അറിയുന്ന, ഈ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക് തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഓർഡറൊക്കെ റെഡിയാണ്, അടുത്ത പ്രാവശ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഉള്ളത്, എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഉള്ളത്. ഇത് ഇന്ന് ഇപ്പോൾ വിധി വന്നിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആവുമായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ വളരെ നമ്മളെല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴും പോസിറ്റീവാണ്. വേറെ ഒന്നും പേടിക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ വിധി എതിരാണെങ്കിലും നമ്മൾ ഫുൾ പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് അപ്പീൽ പോകാനുള്ള അവസരം എന്തായാലും വിധിയിലുണ്ടാവും. നമുക്ക് പ്രഗത്ഭരായ വക്കീലന്മാരെ വെച്ചിട്ട് നമുക്ക് ഈ കേസ് ഇനിയും 1 വർഷം ഇങ്ങനെ തട്ടിക്കളിക്കാം, അല്ലേ? അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഇത്തരത്തിലുള്ള ഒരു വിധി ഉണ്ടാക്കിയിട്ട് ഹൈക്കോടതി തന്നെയാണ് ഇതിലെ എല്ലാ കാരണക്കാരും. ഇത് അവർ ഇങ്ങനെ ഒരു ഇത് റീഇഷ്യൂ ആണോ, ഇത് ഫ്രഷ് പ്രൊസീഡിങ്സ് ആണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, കേസ് കൊടുത്തതൊന്നിന് പക്ഷെങ്കിൽ വാദിച്ചത് മറ്റൊന്നിന് എന്നുള്ള രീതിയിലൊക്കെയാണ്. അതൊക്കെ പരിഗണിക്കണമായിരുന്നു ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത സമയത്ത് ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻ. എന്നാൽ ഹൈക്കോടതിയിൽ മുഖ്യമായിട്ട് പരിഗണിച്ചത് കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു ഡിസ്മിസ്ഡ് ആയിട്ടുള്ള ഒരു വിധി വന്നിട്ട് അതിൻ്റെ ഒബ്സർവേഷൻ ചൂണ്ടിക്കാണിച്ചായിരുന്നു പിന്നെ ഇവന്മാർ ഫുള്ള് വാദിച്ചിരുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു. അതിന് വേണമെങ്കിൽ വേറെ ഈ കേസ് പിൻവലിച്ചുകൊണ്ട് മറ്റൊരു കേസ് കൊടുക്കണമായിരുന്നു. പക്ഷേ എങ്കിൽ കേസ് കൊടുത്തതൊന്ന്, വാദിച്ചത് മറ്റൊന്ന് എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത്. പിന്നെ ഇത് റീഇഷ്യൂ ഫ്രഷ് പ്രൊസീഡിങ്സ്. അപ്പോൾ സാധാരണഗതിയിൽ കോമ്പീറ്റന്റ് അതോറിറ്റി ഇങ്ങനെയുള്ള റീഇഷ്യൂ തന്നെയാണ് മുൻകാലങ്ങളിലും ചെയ്തിരുന്നത്. അതാണ് ആ ഓഫീസിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വാലിഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കേസുകളിൽ മുൻപേ വിധിച്ച ഒരുപാട് കേസുകളുടെ വിധി തന്നെ അപ്രസക്തമാകുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അനാവശ്യമായിട്ടുള്ള ഇത്തരം യുവമാരുടെ വാദം, ഹൈപ്പർ ടെക്നിക്കാലിറ്റിയിൽ കയറി പിടിച്ചുകൊണ്ടുള്ള ഈ വാദങ്ങളെയൊക്കെ കേട്ടുനിന്ന ഹൈക്കോടതിക്ക് നല്ല രീതിയിലുള്ള പണി തന്നെയാണ് നമ്മുടെ കീഴ്ക്കോടതിയായ ബഡ്സ് കോടതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പരിഗണിക്കുക, ഡിസ്മിസ്ഡ് അല്ലെങ്കിൽ ഡിസ്പോസ്ഡ് ആക്കി വിടേണ്ട കാര്യമാണ്. പിന്നെ അതിൽ അനാവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള ഹൈപ്പർ ടെക്നിക്കാലിറ്റി
തൂറിത്തോപ്പിക്കുന്ന പോലെയുള്ള വാദങ്ങൾ എടുത്തു കൊണ്ടുവന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഇങ്ങനെ തന്നെയേ ഉണ്ടാവൂ. ബൈ.